ഒരു പെണ്ണാട് പോയിണ്ടേ നോക്കി രണ്ട് കെട്ടിയതാ പറയും. സുമേഷേട്ടോ സുമേഷേട്ടാ സുമേഷേട്ടാ എന്നാടെ നോക്കിക്കുന്നു. ഞാനേ ഫോട്ടോ കണ്ടപ്പോ വെറുതെ ഒന്ന് നോക്കിയ മനസ്സിലായി മനസ്സിലായി. എന്താ കഥ? അപ്പോ ഈ വണ്ടിക്ക് പോയ വരണ വരവോക്ക് പെൻഷൻ മേടിച്ചിട്ടുള്ള വരവാടോ വണ്ണവാട് അത് മുഴുവൻ മോനി കൊടുക്കും. പക്ഷെ എന്താ ചെയ്യല്ലേ? അതെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. പറ്റില്ല. അവനോട് 4 കാര്യം പറയണം. എന്താ എല്ലാരും പാടുണ്ടല്ലോ. നമ്മള് പിന്നെ ഇവിടുന്ന് എവിടെ പോകാനാ? ഇപ്പൊ എവിടുന്ന വരുന്നേ? ഞാൻ പെൻഷന്റെ കൈ മേടിക്കാൻ പോയതാടോ. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ? അതും പറഞ്ഞപ്പോഴേ പെൻഷനൊക്കെ കിട്ടിയതോടോ. ഞങ്ങളുടെ ചായയുടെ പൈസ ഒന്ന് കൊടുക്കണോ? ഇപ്രാവശ്യം ഉണ്ടാവൂല. ചെക്കന് വലിയ ചെലവുണ്ടോ ഇപ്രാവശ്യം. നയാ പൈസ ഞാനും കൂടി എടുക്കണില്ലേ. അല്ല പണക്കൊരു ചായ കുടിക്കണമെങ്കിൽ എന്താ ചെയ്യപ്പോ? എനിക്ക് ചായ ഓനോട് ഇറക്കണം. ചങ്ങാതി ഈ കിട്ടിയ കാശ് മുഴുവൻ അവനെ കൊണ്ടു കൊടുത്തിട്ട് അനക്കൊരാവശ്യം വരുമ്പോ നീ അവനോട് ഇറക്കും. നിന്റെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസ അവന് കൊടുത്താ പോരെ? വീട്ടു ചെലവുണ്ടല്ലോ സുഖദാന. അപ്പൊ കാര്യങ്ങളൊക്കെ അവനല്ലേ കുടുംബത്തില് നോക്കണത്. സുമേഷേട്ടോ കല്യാണം കഴിഞ്ഞ് പെണ്ണുമ്പിള്ളയുണ്ട്. ഇപ്പോഴും ഇവന്റെ കാശ് കൊണ്ട് വേണം ജീവിക്കാൻ. അങ്ങനെ പറയാൻ പറ്റൂല. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെയാ അവൻ ജീവിക്കണേ? അതെ അങ്ങനെ തന്നെ കായ് കൊടുക്കണം. നമുക്കൊക്കെ വയസ്സായില്ലടാ. ഇന്നല്ലെങ്കിൽ നാളെ നീ ഞാനൊക്കെ പോവില്ലേ? നിന്റെ കാലം കഴിഞ്ഞ അവനെങ്ങനെ ജീവിക്കാ? ഞാനൊന്നും അങ്ങോട്ട് ഇരിക്കട്ടെ കേട്ടോ. ഇരിക്കും. കടവെള്ളം എനിക്ക്. അതെ 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 ചായ കുടിച്ച കാശുണ്ടോ? കൊയ കാശ് കൊടുത്താ അല്ല കാശ് ഇപ്പൊ ഞാന് അവർക്കും മാർക്കറ്റ് പോണ കാശ് കൊടുക്ക്. അതെ കൈ ഇപ്പൊ വേണോ? കാശ് പിന്നെ തന്നാലും മതി. ഞാൻ കട പിന്നെ കൊടുത്താൽ വീടിയർത്തോട്ടെ ഇത് കാണിക്ക്. എവിടേക്ക് അത്ര അത്യാവശ്യമായിട്ട്? പണിയുണ്ട്. അതെ അതെ ചോദിച്ചാൻ ഉത്തരം പറഞ്ഞില്ല. എന്താണ്? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന്? ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ എന്താ എന്ത് വെച്ചാൽ നീ ഇല്ല പറയണേ? ഇല്ലല്ലോ എങ്ങായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതായത് സർവശക്തനായ റബ്ബിന്റെ എല്ലാ സൃഷ്ടികളും അവൻ വിളിക്കുമ്പോ അവനിലേക്ക് തന്നെയാണ് മടക്കം. പിന്നെ നമ്മൾ വിളിക്കുമ്പോ നമ്മള് അതിലേക്ക് തന്നെ മടങ്ങും. എന്റെ മകൻ എന്ത് ചെയ്യും? എന്തേ? നീ ഇപ്പൊ മേടിക്കണ പെൻഷൻ കൊണ്ടല്ലേ അവൻ ജീവിക്കുന്നത്? അതൊക്കെ അങ്ങനെ തന്നെയാണ്. നിന്റെ കാലം കഴിഞ്ഞ ഈ പെൻഷൻ അവന് കിട്ടുവോ? പെൻഷൻ അവന് കിട്ടൂലല്ലോ. നിന്റെ കെട്ടിയോളുണ്ടെങ്കിൽ ഈ പെൻഷന്റെ പകുതി പൈസ അവൾക്ക് കിട്ടും. അവളില്ലല്ലോ. ഇല്ല. ഇനിയിപ്പോ അനക്ക് വിധവയായിട്ടൊരു മകളുണ്ടെങ്കിൽ അതിന്റെ പൈസ അവൾക്ക് കിട്ടും. അതെ. അല്ലെങ്കിൽ വികലാംഗമായിട്ടൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവൾക്ക് കിട്ടും. ഗവൺമെന്റ് നിയമം അങ്ങനല്ലേ? 10-42 വയസ്സ് കഴിഞ്ഞ് ഒരു കുഴപ്പമില്ലാത്ത ഇവന് 10 പൈസ കിട്ടുവോ? കിട്ടൂല. അപ്പൊ നിന്റെ കാലം കഴിഞ്ഞ ഇവൻ എങ്ങനെ ജീവിക്കും? എല്ലാ പണിക്കും പോവായിരിക്കും. ഈ കാലം വരെ ഒരു പണിക്കും പോവാണ്ട് ഇരുന്നോ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പണിക്ക് പോകാൻ പറ്റുമോ? ഇപ്പൊ അങ്ങനെ ഇപ്പൊ ചോദിച്ചപ്പോ ഇപ്പൊ എങ്ങനെ ഇപ്പൊ ഇത് പറയണത്? അതെ നീ തന്നെയാണ് എന്റെ മകനെ വഷളാക്കുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നീ ഒരു 5-6 മാസം ഈ കെട്ടണ പൈസ 10 പൈസ അവനെ കൊടുക്കായിരുന്നു നോക്ക്. അപ്പൊ അവന്റെ ആവശ്യത്തിന് പൈസ ഇല്ലാണ്ടാവും. അവന്റെ പെണ്ണ് എന്തെങ്കിലും ചോദിക്കുമ്പോ പൈസ ഇല്ലാണ്ടാവും. അപ്പൊ അവൻ കാശിന് വേണ്ടി വല്ല പണിക്കും പോവും. അല്ല ഈ പറഞ്ഞൊക്കെ നേരെ തന്നെ. അതൊക്കെ സത്യം ഒക്കെ ശരി തന്നെയാണ്. ഇപ്പൊ മക്കളോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത് അവര് നന്നാവാൻ വേണ്ടിട്ട് പ്രവർത്തിക്കുക. അല്ല ഞാൻ നീ നന്നാവാൻ വേണ്ടി പറഞ്ഞാട്ടോ. അല്ലാണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞ മാതിരി ഒന്ന് തീരുമാനത്തിലെത്തണ്ട. എത്ര ചാട കായി? അതുകൊണ്ട് ഞാൻ കൊടുത്തോളാം. ഞാൻ കൊടുത്തോളാം. അല്ല ഞാൻ കൊടുത്തോളാം. അല്ലല്ലോ ഇനിയിപ്പോ ഒക്കെ പാടാ അവൻ തന്നെ കൊടുക്കണ്ടല്ലോ. ഒന്നങ്ങനെ ശീലിച്ചു നോക്കട്ടെ ഞാന്. എന്നാ ശരി, ഒരു തീരുമാനത്തിൽ എത്തിക്കാൻ പറ്റുമോ നോക്കട്ടെ. കുറെ കാലം പറയണ്ട. കഷ്ടം. ലോകം മുഴുവൻ തീവണ്ടി ഓടിച്ചു വരുന്ന മനുഷ്യനാ ഇപ്പോഴും മകന് വേണ്ടിട്ട് കൂക്കി പാഞ്ഞ് നടക്കുക.
അതെ അപ്പ വന്നിട്ട് പോട്ടോ അപ്പൊ തന്നെ ഇറങ്ങാം അപ്പൊ പെൻഷൻ മേടിക്കാൻ പോയതാണ്. എവിടെ പോയി കിടക്കാണ്? നിങ്ങളുടെ വാപ്പല്ലേ വിളിച്ചോക്ക്. വിളിക്കാൻ ഫോൺ ഇവിടെ വെച്ചിട്ട് പോയി ഫോൺ എടുത്തില്ല മുപ്പര്. ഇതല്ല അലമ്പ്. അതാ ഷർഫ് വിളിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും. അവിടെ എയർപോർട്ടിലെത്തി. അല്ല എടാ ഞങ്ങൾ ഇറങ്ങില്ലടാ. ഞാൻ ബാപ്പനെ കാത്തിക്കണ. ബാപ്പ രാവിലെ പോയിട്ടേ ഇവിടെ പെരയിൽ വരാനും ഇല്ലല്ലോ. ഞങ്ങളൊക്കെ റെഡിയാ നിൽക്കുക. കാറും റെഡിയാ. സുക്കുറോ സുക്കുറ എത്തിയില്ലേ? ശരി വരും. ഞങ്ങൾ പെട്ടെന്ന് വിടാം കേട്ടോ. അത് ശരി. എടി സുക്കുറ എല്ലാരും അവിടെ എത്തി. നമ്മൾ മാത്രം എത്താനുള്ളൂ. ഈ ബാപ്പന്റെ ഒരു കാര്യം ഒരു ഉത്തരവാദിത്തമില്ലല്ലോ ബാപ്പയ്ക്ക്. 9 മണിക്ക് പോയിക്കോളാൻ പറഞ്ഞ ഞാൻ 10 മണിക്കാ മൂപ്പര് ഇവിടുന്ന് പോണേ. പിന്നെ എങ്ങനെ ഇപ്പൊ നേരത്തിന് ഇങ്ങോട്ട് എത്തുക? ഒരു ഉത്തരവാദിത്തമില്ലേ? നിങ്ങൾക്ക് പിന്നെ ഭയങ്കര ഉത്തരവാദിത്താണ്. എനിക്കെന്താ ഉത്തരവാദിത്തത്തിന്റെ കുറവ്? നിങ്ങൾക്ക് ആ കങ്ങൾ നേരത്തെ വാങ്ങി വെച്ചുകൂടായിരുന്നോ? അതെങ്ങനെ നേരത്തെ വാങ്ങല്? പെൻഷൻ നല്ല കിട്ടുന്ന 1-ാം തീയതി അല്ലേ? നേരത്തെ പെൻഷൻ കിട്ടൂ. മാണ്ടാത്ത വർത്താനം പറയും കിട്ടോ. ഈ ഇതിപ്പോ നിങ്ങളുടെ കയ്യിൽ കായ് ഉണ്ടായതെങ്കിൽ ഇവിടെ ഇങ്ങനെ കുത്തിപ്പിടിച്ച് നിക്കണ്ടീന്നോ? നിന്റെ കയ്യിൽ എന്തിനാ കായ്? ബാപ്പന്റെ കയ്യിൽ കായുള്ളപ്പം. എടി 40,000 റുപ്യ ഉണ്ട് ബാപ്പക്ക് പെൻഷൻ. അറിയോ എനിക്ക്? എന്തെങ്കിലും ചെലവുണ്ടോ മൂപ്പർക്ക്? ഒരു ഷുഗറോ കൊളസ്ട്രോളോ ഒരു സാധനം മൂപ്പർക്കില്ല. മരുന്നിനൊന്നും ചെലവാകൂല. ഇത് ആർക്കുള്ളതാ? ഒറ്റ മോനാ ഞാൻ. ഒക്കെ ഞമ്മക്കുള്ളതാ. ഞമ്മക്ക് മനസ്സിലായോ? എന്തിനായാലും ബാപ്പ അങ്ങോട്ട് വേണം. 11 മണിയല്ല റബ്ബേ. 2 മണിക്കാ ഫ്ലൈറ്റ്. 2 മണിക്കൂർ മുമ്പ് നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം. ഇനിയിപ്പോ ഇവിടുന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ കുണ്ടന്നൂരിലെ ബ്ലോക്കൊക്കെ എനിക്ക് അറിയാലോ. അത് കഴിഞ്ഞ് വൈറ്റിലയിലെ ബ്ലോക്ക്, അത് കഴിഞ്ഞ് പാലാവരട്ടം പാലം, അത് കഴിഞ്ഞ് എടപ്പള്ളി. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് നെടുമ്പാശ്ശേരിക്ക് എത്താൻ. ഡെറാഡൂണിൽ എത്രയെക്കാട്ടും പ്രയാസം അവിടെ നിന്ന് അങ്ങോട്ട് എത്താൻ. അറിയാം എനിക്ക് പാപ്പന്റെ ഒരു കഥ. എന്താണ് ഇവിടുന്ന് എത്ര സമയം എടുക്കും ഇങ്ങോട്ട്? ഡെറാഡൂണിലേക്ക് ഇവിടുന്ന് ഒരു 4 മണിക്കൂർ യാത്ര ഉണ്ടാവും. നമുക്ക് ഡൽഹി പോയിട്ട് വേണല്ലോ അങ്ങോട്ട് പോവാൻ. ഡൽഹി പോയിട്ട്? ഡൽഹി പോയിട്ട് അവിടുന്ന് വേറെ ഫ്ലൈറ്റ് പോകണോ? ഒരു ടിക്കറ്റ് 2 വിമാനത്തിലോ? അത് ലാഭല്ലേ? എന്ത് ലാഭോ? പൈസ ഒക്കെ കറക്റ്റ് ആയിട്ടെന്ന് കൊടുക്കണോ? ഈ വിവരക്കേട് പറയുന്നിട്ടോ സുറ. 2 വിമാനത്തിലും ഞാൻ തന്നെ ജനലിന്റെ അവിടെ ഇരിക്കും. ജനൽ? എനിക്ക് കാഴ്ച കാണാൻ. പോത്തെ ജനലൊന്നും പറയരുത്. വിൻഡോ സീറ്റ്. അതിനെക്കാട്ടി എളുപ്പമാണ് ജനല്. ജനലൊന്നും പാക്ക് ബസ് കയറിയല്ലേ പറയാ. അതായത് ഫ്ലൈറ്റ് കയറി കക്കൂസ് പോകണമെന്നൊന്നും പറയരുതേ. ലാട്രിൻ. പിന്നല്ലാണ്ട് ഇവരൊക്കെ പറയൂ. റബ്ബേ അതാ വരുന്ന. പാപ്പാ വരി. നടന്നോടി വേണോ? എന്താണ് പാപ്പ? എത്ര നേരം നിങ്ങളെ കാത്തിക്കണേ? നിങ്ങൾ വന്നിട്ട് വേണ്ട ഞങ്ങൾക്ക് ഇറങ്ങായി. അല്ലാഹു എന്തൊരു ദുനിയാവാണ് അല്ലാ. ജീവിക്കാൻ മാർഗമില്ലാണ്ട് ആൾക്കാർ നട്ടം തിരിയാണല്ലോ. ബാപ്പ കൈയിട്ടാ ഞങ്ങൾക്കട്ട് ഇറങ്ങി. എന്താ മോനെ? അല്ല കൈയിട്ടല്ല ഞങ്ങൾക്കട്ട് ഇറങ്ങി. കാറ് കത്തിക്കാണേ. എന്ത് കായി? ഏതിന്റെ? ഏത് കായിന്നു? ഞങ്ങക്ക് ടൂറിന് പോകാനുള്ള കൈയേ. അല്ല എന്റെ പാപ്പാടെ എനിക്ക് കായ് വന്നിണ്ടായിരുന്നാ ടൂറിന് പോകാനുള്ള തമാശങ്ങള്? അല്ല എനിക്ക് ഓർമ്മയില്ല. പാപ്പാക്ക് ഓർമ്മയില്ലാണ്ടാണ് കായ് വന്നിട്ട് എപ്പോഴും. നിങ്ങൾ പെൻഷൻ വാങ്ങിയില്ലപ്പോ? പെൻഷൻ വാങ്ങി. അതല്ലേ ചോദിക്കണേ. എന്റെ പെൻഷൻ കായില്ലേ? അത് ശരി. അമ്മന്റെ റബ്ബേ, ഇന്റെ പെൻഷൻ കായാണ് ഇപ്പൊ ചോദിച്ചതില്ലേ? അത് അനക്ക് ടൂർ പോകാനുള്ളതല്ല. ഇന്ത്യയും കുറെ ആവശ്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ അതിനൊക്കെ കുറച്ച് ചെലവൊക്കെ ഉണ്ട്. ഇപ്പൊ അതൊക്കെ വേണ്ടി വരും. നിങ്ങൾക്ക് എന്താ ആവശ്യം പാപ്പ? എന്താ ആവശ്യം? എന്താ അനക്ക് മാത്രമേ ആവശ്യങ്ങളുള്ളൂ? ആവശ്യം വരൂലേ? ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് ആവശ്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇല്ല, അത്രയും കാലം എന്തേലും ഒന്നും തരാനില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഇനിയിപ്പൊ എന്നെ കൊണ്ടൊക്കെ പത്നമാരിയൊക്കെ എന്റെ ആവശ്യങ്ങൾ നടത്ത്. അല്ല വാപ്പ ഇന്നലെ പറഞ്ഞേ തരൂന്ന്. അതെ പറഞ്ഞു. ഇപ്പൊ പെട്ടെന്നൊക്കെ മനസ്സിലായത് തരേണ്ട ആവശ്യമില്ലാന്ന്. നിങ്ങൾ തമാശ എന്റെ ഷോപ്പിംഗ് ഒന്നും വേണ്ട. ഇതൊക്കെ എന്റെ അയ്യ അതിന് മിടുക്കനാ. ബാപ്പന്റെ ചെങ്ങായിമാർക്ക് എയർപോർട്ടിൽ കാത്തിക്കാണ്. എന്റെ ചെങ്ങായിമാർ അവിടെ കാത്തിക്കണ്ട്. ഓര് നല്ലോണം പണിയെടുത്ത് അധ്വാനിച്ച് അവരുടെ കൈ കൊണ്ടാ പോണ. അന്റേല് അങ്ങനെ കൈ ഇണ്ടിച്ചും പോക്കോ. ഇന്ത്യയിലെ പൈസ അപ്പൊ അന്റേല് പൈസ ഇല്ല ചേച്ചി. അവര് പോണേല് ഇങ്ങനെ ദുഃഖിക്കണ്ട. അവനവന്റെ കായ് കൊണ്ടാ പോവാ ടൂറ് പോകുമ്പോ.
ഇത്രയും കാലങ്ങൾ ഇന്നെ പണിക്ക് പറഞ്ഞു വെച്ചിനോ ഇങ്ങനെ തരുന്നില്ല ഞാൻ ചോദിക്കുമ്പോ അതന്നെ പൊന്നാരെ മോനെ വാപ്പാക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോടാ. അന്നെ ഞാൻ പണിക്ക് വിടാണ്ട് എന്റെ പെൻഷൻ കാശുകൊണ്ട് അന്നെ അങ്ങനെ തീറ്റിപ്പോറ്റി. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. എന്റെ മോന്റെ കാല് ഞാൻ പിടിക്കാക്ക അങ്ങനെ പറ്റിപ്പോയി. ഇനി മേലില് പപ്പാക്ക് അങ്ങനെ പറ്റൂല. അതുകൊണ്ട് എന്റെ കായോണ്ട് ഇനി എന്റെ മോൻ ജീവിക്കണ്ട. ഈ അധ്വാനിച്ച് ജീവിച്ചാളി അന്റെ കയ്യും കാലി ഞാൻ തല്ലി കൊടുക്കും. അയ്യോ ഒറ്റ പിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ അല്ലേ അല്ലേ ഇപ്പം കാറ്റ് കൂട്ടുന്ന എല്ലാത്തിനും ഇപ്പൊ എന്നാ വാപ്പ അങ്ങനെ കായ് തരണ്ട. അത് പോരാ ഓന് പണിക്ക് പോണം. ഞാൻ എത്ര പ്രാവശ്യം ചെയ്തോട് പറഞ്ഞിട്ട് എന്തെങ്കിലും പണിക്ക് പോടാന്ന്. ഇപ്പൊ പോയി വന്നിട്ട് പിന്നെ പണിക്ക് പോകണ്ട. ഈ സന്ദർഭത്തിൽ പറഞ്ഞാലേ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവുള്ളൂ. അതാ ഞാൻ ഉണ്ടാഞ്ഞത്. അത് നിങ്ങൾ ഇനി പോവണ്ട. പോയി വന്നിട്ട് ഞാൻ പോയിക്കോളാം. തിരിച്ചെത്ര കറിയാണ് നാണം ചേർക്ക് നാളെ നാണം ചേർക്ക് ആ പെണ്ണല്ലേ നിൽക്കണായി എന്താ കറിയണായി കൂട്ടുകാരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടു. കൂട്ടുകാരുടെ മുമ്പിൽ നാണം കടണോ? അപ്പഴാണ് എനിക്ക് മനസ്സിലാവുള്ളൂ ഇന്ത്യയിൽ കായില്ലല്ലോ എന്നുള്ളത്. അപ്പൊ ഇജ്ജ് നാണം കടണോ? എന്താ വിചാരിച്ചായി ഇജ്ജ് ഇങ്ങനെ കണ്ട കാലം ഇജ്ജ് ഒരു കാര്യം മനസ്സിലാക്കിണ്ടോ? ഇജ്ജ് മനസ്സിലാക്കിണ്ടോ? അനക്കിപ്പോ വയസ്സ് എത്രയായി? പറയണ എന്താ കിടന്നുരുളാണ് പറയണ 42 വയസ്സായി എനിക്ക്. ഈ 42 വയസ്സിന് എനക്ക് എന്നാ വാപ്പ ഇതായിരിക്കട്ടെ എന്ന് പറഞ്ഞു ഒരു ഉറുപ്പിക്ക് തന്നിട്ടായി. എന്താ ഈ തന്നിണ്ടോ? ഈ വർഷത്തിന് 1 ഉറുപ്പ് വെച്ച് തന്നാ എന്താ എന്റെ ഈ 42 വയസ്സിന് ഇറക്കി 42 ഉറുപ്പെങ്കിലും ജീക്ക് തരണ്ടേ? ഇജ്ജ് തന്നുണ്ടോ? ആ ഇജ്ജ എന്നോട് പറയണ ഇജ്ജ് നാണം കേട്ടെ ഇങ്ങനെ ആയ പോരാ. കണക്കൊന്നും പറയണ്ട. പൈസ പൈസ തരാൻ എന്റെ എന്റെ കയ്യിലുള്ള കാശൊക്കെ എന്റെ ആവശ്യത്തിനുള്ളതാണ്. വേറെ പെണ്ണുകുട്ടികളുണ്ടോ ഇനി കൈസയിലൊക്കെ? ഈ കണ്ട കാലം എന്റെ ബെൻസങ്കായോണ്ട് ഈക്കുമ്പോ എനിക്ക് തോന്നിയില്ലല്ലോടാ. എനിക്ക് തോന്നിയാ ഈ ചോദിക്കാൻ ഉമ്മ വേണേ തയ്ച്ചാ മതി. അന്നെ കണ്ട കാലം നോക്കേനാണ് അവള് തയ്ക്കാത്തത്. അല്ല എനിക്ക് തരാത്തന്നെ അജ എന്താ വിചാരിച്ചായി ഓള് ഞാൻ അന്നെ ഓളില്ലാത്തതിന്റെ വേദന അനുഭവിക്കണ്ട വെച്ചിട്ട് അന്ന് കണ്ട കാലം നോക്ക് വളർത്തി ഇങ്ങനെ പറഞ്ഞായി ഇങ്ങനെ പറഞ്ഞായി. എന്തേ വാപ്പ പാപ്പ ഐസിലുണ്ട്. ഒളിഞ്ഞു നോക്കുന്നതിന് വാപ്പക്ക് ഇങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. പാപ്പക്ക് അതുപോലെ ഉണ്ട്. ബോധം വന്നില്ല. ബോധം വന്നില്ല. ഇപ്പൊ അവിടെ പോയിരിക്കും. പോ ഡോക്ടറിന് കാണാൻ പറ്റും. ഇങ്ങാടെ പോയിരിക്കും. അവിടെ 10 മിനിറ്റ്. എന്താ പറ്റിയ വാപ്പ ഐസില് മരിച്ച? അല്ല വാപ്പക്ക് ഇപ്പൊ എത്ര വയസ്സായി? 73. 73 ആയ? അപ്പൊ പരമാവധി കിട്ടിയല്ല. പിന്നെന്താണ്? ഇല്ല ഒന്നും വരില്ല. ഞാന് പറഞ്ഞേ ഉള്ളൂ. ഒന്നും വരില്ല കേട്ടാ. സമാധാനം. കരയില്ല സൂര്യ. വാപ്പക്കൊന്നും പറ്റൂല. അതെല്ലാം വിമാനം പോയിണ്ടാവും. ചെറാടുടിക്ക് പോയിണ്ടാവും. ആരെങ്കിലും വരാണ്ടാ പുറത്തുനിന്ന്? വേറെ കഥ. ഇവളുടെ അച്ഛനും ഐസിയുലാണ്. ഇപ്പൊ 5-8 ദിവസമായി ഞങ്ങൾ ഇവിടെ വന്നിരിക്കണത്. അച്ഛന് വയ്യാണ്ട് പ്രായമായിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുമേ. അപ്പൊ ഇവിടെ കൊണ്ടുവരും. ഒരു 5-10 ദിവസം ഐസിയുയിൽ കിടത്തും. പിന്നെ ക്ലിയർ ആയി കൊണ്ടുപോകും. നല്ല ഡോക്ടറാണ്. പിന്നെ കുറച്ച് പൈസ കൂടുതലാണ്. അതിന്റെ കെയറിങ് ഇവിടെ ഉണ്ട്. ഒന്നും വരില്ല. ഇപ്പൊ ഇവള് ഒറ്റ മോളാണ് അച്ഛന്. ഇവളുടെ പേരിലാണ് എല്ലാ സ്വത്തുക്കളും. കാലശേഷവും കിട്ടുമെന്ന് എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ തീരുമാനമായിട്ട് വേണം കാര്യങ്ങളൊക്കെ ഒന്ന്. അതായത് ഒരാളുടെ കാര്യം തീരുമാനമെന്ന് തോന്നുന്നു. പാപ്പയല്ല അച്ഛനായിരിക്കും. അച്ഛനൊന്നും പറ്റിയിട്ടില്ല. അവര് പറയും. നീ സമാധാനമായിട്ടിരിക്കും. എന്താ പോയത്? എന്താ പറ്റി? എന്റെ വാപ്പയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലോ. ഞാൻ രാഘവനൊന്ന് സംസാരിച്ചല്ലോ രാവിലെ. എന്താ പറ്റിപ്പോ? രാവിലെ ഇങ്ങനെ ചെറിയൊരു കച്ചറുണ്ടായി. ഇതൊരു
നീ ഇങ്ങനെ കരയല്ലേ, അത് പെട്ടെന്ന് വിഷമം തട്ടിയപ്പോ ബോധം കെട്ടതോ, വല്ലാണ്ട് എന്റെ വാപ്പയ്ക്കൊന്നും പറ്റില്ല. വാപ്പയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച ഇനി വാപ്പന്റെ പെൻഷൻ ഇല്ലാണ്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കാൻ സുഖേട്ടാ? അതെ, ഐസുവിന്റെ മുമ്പിലായി പോയി ഇല്ലെങ്കിൽ ഒറ്റ ചവിട്ട് തന്നെയാണ്. അപ്പൊ വാപ്പ മയ്യത്താവണതിന്റെ എല്ലാ വിഷമല്ലേ, വാപ്പന്റെ പെൻഷൻ പോണേലാണ്. വാപ്പന് മയ്യത്താവാൻ ഞാൻ സമ്മതിക്കില്ല. ഡോക്ടർ മന്മഥ സാറെ കേബിനിലേക്കൊന്ന് ചെല്ലാൻ പറഞ്ഞു. പോയിട്ടോ സൂറ അവിടെ ഇരുന്നോ, ഞങ്ങൾ പോയി അന്വേഷിച്ചിട്ടോട്ടെ. ഇവിടെ എന്തെങ്കിലും വിളിച്ചാലും അവിടെ ഇരിക്കും. സുലോചന, നിങ്ങൾ അച്ഛന് കുഴപ്പമൊന്നുമില്ല, നാളെ വാർഡിലേക്ക് മാറ്റാം. സന്തോഷമായില്ലേ? അഞ്ഞ് നീ തന്നെ ഇവിടെ നിന്ന് നോക്കിക്കോ. ഇനി നമ്മുടെ കാലശേഷം ഇത് കിട്ടാൻ പോണില്ല, ഇയാള് ചത്തിട്ട്. നിങ്ങളെ ഞാൻ പേഴ്സണലായിട്ട് ഇങ്ങോട്ട് വിളിപ്പിച്ചത് വളരെ ഗൗരവമുള്ളൊരു കാര്യം പറയാനാണ്. എന്താ സാർ? കോയയുടെ അസുഖം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു അസുഖമാണ്. വാപ്പ മയ്യത്തായ എനിക്ക് ജീവിക്കാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഭൂമിയിൽ ജനിച്ചാൽ ഒരിക്കലും മരിച്ചേ പറ്റൂ. അല്ല സാറേ, ഈ കോയക്ക് എന്താ അസുഖം? അദ്ദേഹത്തിന് MND. അതെന്താ അസുഖം? എന്തോ മാറിയ അസുഖമാണ്, അതൊരു കേട്ടില്ല. അതായത് മോട്ടോർ ന്യൂറോൺ ഡിസീസ്. തലച്ചോറ് മുതൽ പേശികൾ വരെയുള്ള നാഡീവ്യൂഹങ്ങൾക്ക് ക്ഷതം സംഭവിക്കുക. എന്റെ വാപ്പ ജീവിച്ചിരിക്കുന്നത്. ജീവിച്ചിരിക്കില്ലേ എന്ന് ചോദിച്ചാല് മരണം എപ്പോ സംഭവിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ രോഗികൾക്ക് പ്രധാനമായിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ട് ശരീരത്തിന്റെ അവയവങ്ങൾ തളർന്നു പോകുക എന്നുള്ളതാണ്. അപ്പൊ അത് ക്രമേണ മുഖത്തെ പേശികളെ വരെ ബാധിക്കാം. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് വരാം, സ്വന്തമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല എന്ന് വരാം. വെറുതെ ഒരു ജീവച്ഛവം പോലെ ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അല്ല, അപ്പൊ അതിന് മരുന്നൊന്നുമില്ലേ? മരുന്നുകളൊക്കെ ഉണ്ട്, പക്ഷെ അത് കഴിച്ചതുകൊണ്ട് ഈ രോഗത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവില്ല. പ്രശസ്ത ശാസ്ത്രജ്ഞനായ സ്റ്റീവൻ ഹോക്കിൻസിന് ഈ അസുഖമായിരുന്നു. മരുന്നുകൾ ഇല്ലാത്തതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. ഞാൻ ജീവിച്ചിരിക്കാറില്ല. ഇപ്പൊ എന്ന് വെച്ചിട്ട് വാപ്പ മരിക്കുമ്പോ കൂടെ നിങ്ങൾക്ക് മരിക്കാൻ പറ്റുമോ? അത് പറ്റില്ലല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ സാറേ? എൻ്റെ ഒരു അഭിപ്രായത്തില് നിങ്ങൾ അലോപ്പതിയെക്കാളും ആയുർവേദം ട്രൈ ചെയ്യണമായിരിക്കും നല്ലത്. ഈ ആയുർവേദത്തില് പ്രാണശക്തി എന്ന് പറഞ്ഞിട്ടൊരു ചികിത്സാ പദ്ധതി ഉണ്ട്. അപ്പൊ അത് നോക്കുകയാണെങ്കിൽ ഈ രോഗി അലോപ്പതി മരുന്ന് കഴിച്ച് ജീവിച്ചിരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ കാലം ചിലപ്പോൾ ജീവിച്ചിരിക്കും. സാറേ, ഈ വിരലൊക്കെ അനക്കാൻ പറ്റുമോ വാപ്പയ്ക്ക്? വിരല് പറഞ്ഞില്ലേ, ചിലപ്പോൾ പല അവയവങ്ങളും ചലിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരാം. ചിലപ്പോൾ കുറച്ചുകൂടെ ഉണർവോടുകൂടി തിരിച്ച് വന്നെന്നും ഇരിക്കാം. അതെ അല്ലേ? അപ്പൊ ഞങ്ങൾ നല്ലൊരു ആയുർവേദ ഡോക്ടറെ കാണിക്കാം. അല്ല, ഇതിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, ഡോക്ടർ സത്യശീലൻ. നിങ്ങൾ അയാളെ പോയി കാണുന്നത് നല്ലത്.